ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വസല്ലമ തസ്ലീമൻ കസീറൻ മസീദാ. ഏറെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ദുനിയാവിൻ്റെ തിരക്കുകൾക്കിടയിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾക്കിടയിൽ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തെ മറന്നുപോകാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്തിലേക്കാണോ യാത്ര ചെയ്യുന്നത്, നമ്മൾ അഭിമുഖീകരിക്കേണ്ട സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെ ചിലപ്പോൾ മറന്നു പോകാറുണ്ട്. പക്ഷേ ഖുർആൻ പാരായണം ചെയ്യുന്നൊരുവൻ അള്ളാഹുവിൻ്റെ വചനങ്ങളിലൂടെ നിത്യമായി കണ്ണോടിക്കുന്ന ഒരു മുഅ്മിനിന് ആ ഒരു മറവി ഉണ്ടാവുകയില്ല. കാരണം ഖുർആനിൽ ആ ദൈവിക വചനങ്ങൾ മനുഷ്യനെ തട്ടിയുണർത്തുന്നുണ്ട്. ഓരോ ആയത്തിലൂടെയും അവൻ്റെ ലക്ഷ്യത്തെയും അവൻ സ്വീകരിക്കേണ്ട മാർഗത്തെയുമെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ നമ്മളോട് സംവദിക്കുന്നത്. ഓരോ മനുഷ്യനും അഭിമുഖീകരിക്കാൻ പോകുന്ന ഭയാനകരമായ ഒരു സംഭവമുണ്ട്, അന്ത്യനാളെന്നത്. ഖിയാമത്തു നാൾ എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ യാഥാർത്ഥ്യത്തെപ്പറ്റി നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുകയും ഓർമ്മപ്പെടുത്തുകയും വേണം. അതിലുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ, അതിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, അതിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി മറന്നുപോകാതെ നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. മുൻഗാമികളിൽപ്പെട്ടവർ ചിലർ പറഞ്ഞിട്ടുണ്ട്, മൻ അറാദ അൻ യുശാഹിദ യൗമൽ ഖിയാമഹ, ആരെങ്കിലും ഖിയാമത്ത് നാൾ തൻ്റെ ഹൃദയം കൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫല്യഖറ ആഖിറ സൂറത്തി സുമർ, അവൻ സുമർ എന്ന സൂക്തത്തിൻ്റെ അവസാന ഭാഗം വായിക്കട്ടെ എന്നാണ്. സുമർ എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ്. കൂട്ടത്തിനാണ് സുംറ എന്ന് പറയുക. സുമർ കൂട്ടങ്ങൾക്കാണെന്ന് പറയുക. സുമർ എന്നത് വലിയൊരു സൂറത്താണ്. 10ഓളം പേജുകൾ വരുന്നൊരു സൂറത്താണ് സൂറത്ത് സുമർ. എന്നാൽ അതിൻ്റെ അവസാന ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ മനസ്സുകളെ, അല്ലെങ്കിൽ തൻ്റെ അടിയാന്മാരുടെ മനസ്സുകളെ തട്ടി ഉണർത്തിക്കൊണ്ടുള്ള വചനങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ ഖേദിച്ച് മടങ്ങുക, അല്ലാഹുവിന് സമർപ്പിക്കുക. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ, നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പ്, അങ്ങനെ വന്നെത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല. വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് വന്ന നല്ല കാര്യങ്ങളെല്ലാം നിങ്ങൾ പിന്തുടരുക. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാത്ത സമയം, നിങ്ങൾ അറിയാത്ത വേളയിൽ നിങ്ങളെ ശിക്ഷ പിടികൂടുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിച്ചത് പിന്തുടരുക. അൻ തഖൂല നഫ്സുൻ യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഞാൻ കുറവ് കാണിച്ചത്, എന്നിൽ നിന്ന് പിഴവ് വന്നതിൽ ഖേദിക്കുന്നൊരു ദിവസം, എൻ്റെ ഖേദമേ, എൻ്റെ നാശമേ എന്ന് പറയുന്നൊരു ദിവസം. അതിനെപ്പറ്റി അള്ളാഹു പറയുകയാണ്, وإن كنت لمن الساخرين أو تقول لو أن الله هداني لكنت من المتقين. ചില സൃഷ്ടികൾ, മനുഷ്യന്മാർ പറയുക, അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകിയിരുന്നെങ്കിൽ ഞാൻ മുത്തഖീങ്ങൾ അകപ്പെടുമായിരുന്നു.
ഔ തഖൂല ലൗ അന്ന ലീ ബികും കററതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ. ഇതിനു ശേഷമെല്ലാം അല്ലാഹു പറയുന്നത് ബലാ ഖദ് ജാഅത്ക ആയാതി, എൻ്റെ വചനങ്ങൾ നിന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഫകദ്ദബ്ത ബിഹാ, പക്ഷേ നീ അതിൽ കളവാക്കി. വകുൻത മിനൽ കാഫിരീൻ. വയൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ തറല്ലദീന കദബു അലല്ലാഹി വുജൂഹും മുസ്വദ്ദ, അല്ലാഹുവിൻ്റെ പേരിൽ കളവ് പറഞ്ഞവരുടെ മുഖങ്ങൾ ഇരുണ്ടതായ താങ്കൾക്ക് കാണാം. അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ മുതകബ്ബിരീൻ, ജഹന്നമിൽ അഹംഭാവികൾക്കൊരിടമില്ലേ? എന്നാൽ വയുനജ്ജില്ലാഹു അല്ലദീന ഇത്തഖൗ ബിമഫാസതിഹിം, അല്ലാഹുവിനെ സൂക്ഷിച്ചവരെ അല്ലാഹു രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. ലാ യമസ്സുഹുമുസ്സൂഉ വലാ ഹും യഹ്സനൂൻ, അവർക്കൊരു കുറ്റവും ഒരു പ്രയാസവും ബാധിക്കുകയില്ല, അവർ സങ്കടപ്പെടേണ്ടതില്ല. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ, അല്ലാഹുവാണ് സർവ്വതിനെയും സൃഷ്ടിച്ചവൻ. ലഹു മഖാലീദു സ്സമാവാതി വൽ അർദ്, അങ്ങനെ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിൻ്റെ അവസാനത്തിൽ കൊടുക്കുന്നത്. അല്ലാഹു എന്നിട്ട് പറയുകയാണ് വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തേണ്ട രൂപത്തിൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയില്ല, കണക്കാക്കിയില്ല അള്ളാഹുവിൽ അവിശ്വസിച്ചവർ. വൽ അർദു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഭൂമി മുഴുവൻ അള്ളാഹുവിൻ്റെ പിടുത്തത്തിലാണ്. വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി, ഈ ആകാശങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ വലങ്കയിൽ മടക്കപ്പെട്ടതാണ്. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് അള്ളാഹു എത്ര പരിശുദ്ധനാണ്. സഹോദരന്മാരെ, ഈ ഒരു സംഭവം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഭൂമി മുഴുവൻ അള്ളാഹുവിൻ്റെ പിടുത്തത്തിലാകുന്ന ഒരു വേള, ആകാശങ്ങൾ നമ്മൾക്ക് മുമ്പിൽ പരന്നു നിൽക്കുന്ന ഈ ആകാശം, അറ്റമില്ലാതെ നമ്മൾ കാണുന്ന ഈ ആകാശം ഒരാകാശമല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, 7 ആകാശങ്ങൾ. ഓരോ ആകാശത്തിൻ്റെയും ഇടയിൽ 500 വർഷങ്ങൾ സഞ്ചരിക്കാനുള്ള വിദൂരം, അത്രമാത്രം വലിയ സൃഷ്ടിയാണ് ആകാശങ്ങൾ. ആ ആകാശഭൂമികൾ അള്ളാഹുവിൻ്റെ കയ്യിൽ പിടിക്കുന്ന ആ ഒരു സമയം, ആ ആകാശം അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ വലങ്കയിൽ മടക്കുന്ന ആ സമയം, അത് ഞാനും നിങ്ങളും കാണേണ്ട, അനുഭവിക്കേണ്ട സമയമാണ്. അങ്ങനെയുള്ളൊരു കാലം വരും, അങ്ങനെയുള്ള ഒരു കാലം നമ്മൾക്ക് വരിക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. അള്ളാഹുവിൻ്റെ വലുപ്പം മനസ്സിലാക്കാൻ, അള്ളാഹുവിൻ്റെ വലുപ്പം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുമായിരുന്നില്ല, അവർ അള്ളാഹുവിനെ ധിക്കരിക്കുമായിരുന്നില്ല, അവർ അള്ളാഹുവിനെ, അവൻ്റെ വിലക്കുകൾ, അവൻ്റെ കൽപ്പനകൾ തിരസ്കരിക്കുമായിരുന്നില്ല. പക്ഷെ അവർ അള്ളാഹുവിനെ മനസ്സിലാക്കിയില്ല എന്നാണ്. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി, അള്ളാഹുവിൻ അവിശ്വസിക്കുന്നവർ, ആ റബ്ബിനെ നിഷേധിക്കുന്നവർ, ആ റബ്ബിൽ അല്ലാത്തവരെ പങ്കു ചേർക്കുന്നവർ, ആ റബ്ബിൻ്റെ നോട്ടം കാണില്ല എന്ന വിശ്വാസത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ, ആ റബ്ബിൻ്റെ നോട്ടത്തെ ചെറുതാക്കി കാണുകയും അതിൻ്റെ വില മനസ്സിലാക്കാതെ റബ്ബ് നോക്കിയാലും പ്രശ്നമില്ല എന്ന മട്ടിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ, ഇവരെല്ലാവരും വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി, അള്ളാഹുവിൻ്റെ മാഹാത്മ്യം, അള്ളാഹുവിൻ്റെ വലിപ്പം, അള്ളാഹുവിൻ്റെ അവമത്ത് മനസ്സിലാക്കാത്തവരാണ് ഇവരെല്ലാവരും. അതുകൊണ്ടാണ് ചില സലഫുകൾ പറഞ്ഞത്, നീ പാപം ചെയ്യുമ്പോൾ പാപത്തിൻ്റെ ചെറുപ്പം നോക്കരുത്, പിന്നെയോ നീ ധിക്കരിക്കുന്നവൻ്റെ വലിപ്പമാണ് നോക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലുപ്പമാണ് നീ നോക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും. സഹോദരന്മാരെ, ഈ ഒരു കാഴ്ച നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. വൽ അർദു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ, ഭൂമി മുഴുവൻ അള്ളാഹുവിൻ്റെ പിടുത്തത്തിലാകുന്ന സമയം, ആ ഒരു കാലം. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജാഅ ഹബ്റുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഒരു ജൂത പുരോഹിതൻ വരികയുണ്ടായി. എന്നിട്ട് റസൂലിനോട് പറഞ്ഞു, യാ മുഹമ്മദ്, ഇന്നല്ലാഹ തആല
يمسك السماوات يوم القيامة على إصبع والأراضين على إصبع والجبال والشجر على إصبع والماء والثرى على إصبع وسائر الخلق على إصبع. മുഹമ്മദേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ആകാശങ്ങളെ തൻ്റെ ഒരു വിരൽ കൊണ്ട് പിടിക്കും. വൽ അറദീന അലാ ഇസ്ബ, ഭൂമികൾ തൻ്റെ മറ്റ് വിരൽ കൊണ്ട് പിടിക്കും. പർവ്വതങ്ങളെയും ചെടികളെയും മറ്റൊരു വിരൽ കൊണ്ട് പിടിക്കും. വൽ മാഅ വസ്സറ അലാ ഇസ്ബ, വെള്ളത്തെയും ജലത്തെയും മണ്ണിനെയും മറ്റൊരു വിരൽ കൊണ്ട് പിടിക്കും. മറ്റ് സൃഷ്ടികളെ എല്ലാവരെയും മറ്റൊരു വിരൽ കൊണ്ട് പിടിക്കും. എന്നിട്ട് സുമ്മ യഹുസ്സുഹുൻ, അതിനെ കുലുക്കും. ഫയഖൂലു അനൽ മലിക് അനൽ മലിക്, എന്നിട്ട് അല്ലാഹു പറയും ഞാനാകുന്നു രാജാവ്, ഞാനാകുന്നു രാജാവ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് ആ യഹൂദി വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഇത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചത് പരിഹസിച്ചുകൊണ്ടല്ല, പിന്നെയോ ഇതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ്. പേര് പുരോഹിതനാണ് എന്ന് പറഞ്ഞത്, പക്ഷേ ഇത് സത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് ലഭിച്ച വഹ്യിൽ നിന്ന് നബിക്ക് ഇതിൻ്റെ സത്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പുരോഹിതൻ പറഞ്ഞതിൽ ആശ്ചര്യപ്പെട്ടുകൊണ്ട് ചിരിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് പാരായണം ചെയ്തു എന്നാണ്. വമാ ഖദറുല്ലാഹി ഹഖ ഖദ്രിഹി വൽ അർദു ജമീഅൻ ഖബദതുഹു യൗമൽ ഖിയാമഹ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. സഹോദരന്മാരെ, ഈ ആയത്ത് വായിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വലിപ്പം മനസ്സിലാക്കണം, നമ്മുടെ വലുപ്പം മനസ്സിലാക്കണം. നമ്മൾ എത്രമാത്രം ചെറുതാണെന്നും നമ്മൾ എത്രമാത്രം അഹങ്കരിച്ചാലും, ഈ ഭൂമിയിൽ ആര് എത്രമാത്രം അഹങ്കരിച്ചാലും അവൻ്റെ വലുപ്പം എത്രമാത്രം ചെറുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആകാശഭൂമികളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ കയ്യിൽ പിടിക്കുന്നത്, മടക്കുന്നത്. സൂറത്തുൽ അംബിയായിൽ നമുക്ക് കാണാം, യൗമ നത്വിസ് സമാഅ കതയ്യിസ് സിജില്ലി ലിൽ കുതുബ്, ഒരു ഗ്രന്ഥത്തിലെ പേജുകളെ എപ്രകാരം മടക്കുമോ അല്ലാഹു അപ്രകാരം ആകാശങ്ങളെ മടക്കുമെന്നാണ്. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ട ഏറ്റവും വലിയ സൃഷ്ടിപ്പായിരിക്കും ആകാശം എന്നത്. അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മടക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലവും സംഭവവും സമയവും വരാനുണ്ട്. നമ്മളതിനെ പ്രതീക്ഷിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും വേണം. സഹോദരന്മാരെ, ഇങ്ങനെ അള്ളാഹുവിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിലെ ചില സംഭവങ്ങൾ അള്ളാഹു പിന്നെ നമ്മോട് പറഞ്ഞു തരികയാണ്. അള്ളാഹു പറയുന്നത്, വനുഫിഖ ഫിസ്സൂർ ونفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون. ونفخ في الصور, കാഹളത്തിൽ ഊതപ്പെട്ടു. അപ്പോൾ ഫസഇഖ മൻ ഫി السماوات ومن في الأرض إلا من شاء الله, ആകാശഭൂമിയിലുള്ള എല്ലാവരും ബോധം കെട്ടു വീണു, മരിച്ചുപോയി. ആ ഒരു കാഹളത്തിലെ ഊതൽ കേട്ടുകൊണ്ട് അത്രമാത്രം കഠോരമായ ശക്തിയുള്ള ഊതലായിരിക്കും. ഇസ്രാഫീൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വകൈഫ അൻഅമു വഖദ് ഇൽതഖമ സാഹിബുൽ ഖർനിൽ ഖർൻ, എങ്ങനെ എനിക്ക് സുഖിക്കാൻ കഴിയും. ഖർന്, കാഹളത്തിൻ്റെ വക്താവ്, അതായത് ഇസ്രാഫീൽ തൻ്റെ കാഹളത്തിലേക്ക് തൻ്റെ ചുണ്ടിനെ അടുപ്പിച്ചു വെച്ചിരിക്കുന്നു അള്ളാഹുവിൽ നിന്ന് അനുമതി ലഭിക്കുവാൻ. അത്രമാത്രം അടുത്തിരിക്കുകയാണ് അന്ത്യാവസാനം, കാലാവസാനം അല്ലെങ്കിൽ അന്ത്യനാൾ. സഹോദരന്മാരെ, അങ്ങനെ ഇസ്രാഫീൽ ആ കുഴലിൽ ഊതിക്കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു കഴിഞ്ഞു, എല്ലാം നിലച്ചുപോയി. ഇനി ജീവിതമില്ല, ദുനീവിയായ ജീവിതമില്ല. അന്ത്യനാൾ അതിൻ്റെ നാളുകളാണ്. അങ്ങനെ വനുഫിഖ ഫിസ്സൂർ, ആ ഒരു കാഹളത്തിലുള്ള ഊത്ത് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും മരിച്ചു പോകും. ഫസഇഖ മൻ ഫി السماوات ومن في الأرض إلا من شاء الله, അല്ലാഹു ഉദ്ദേശിച്ചവരല്ലാതെ. ثم نفخ فيه أخرى, എന്നിട്ട് ആ ഒരു കാഹളത്തിൽ പിന്നെയും ഊതപ്പെടും. فإذا هم قيام ينظرون, അപ്പോൾ ഇതാ അവർ അന്യോന്യം നോക്കിക്കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു. സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് രണ്ടാമത്തെ ഊത്തിലാണ്.
അങ്ങനെ എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്, വിചാരണയ്ക്ക് വേണ്ടി തയ്യാറാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അന്ത്യനാളിൽ ഖിയാമുസ്സാഅയിൽ ഖിയാമത്ത് നാളിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ബഹുമാന്യനായ ഹുസൈൻ സലഫിയുടെ പരലോകം എന്ന ഒരു പരമ്പര തന്നെയുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. പണ്ട് കാസറ്റിൻ്റെ കാലത്തിൽ ഒരു ബോക്സ് മുഴുവൻ പരലോകം എന്ന വിഷയത്തിൽ ഉള്ള ക്ലാസ്സുകൾ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാകും. സഹോദരന്മാരെ, അത്രമാത്രം വിശാലമാണ് ആ വിഷയം. പക്ഷേ സംക്ഷിപ്തമായി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറയുകയാണ്, വഅശ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹ വവുദിഅൽ കിതാബ് വജീഅ ബിന്നബിയ്യീന വശുഹദാ വഖുദിയ ബൈനഹും ബിൽഹഖ് വഹും ലാ യുസ്ലമൂൻ. ഭൂമി അതിൻ്റെ രക്ഷിതാവിൻ്റെ പ്രകാശം കൊണ്ട് പ്രശോഭിക്കും. വഅശ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹ. അന്ന് മറ്റൊരു പ്രകാശവും ഉണ്ടാവുകയില്ല. സൂര്യൻ്റെ പ്രകാശം നിലച്ചു പോകും, ചന്ദ്രൻ്റേതും നിലച്ചു പോകും. എല്ലാം നശിച്ചു പോയ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ പ്രകാശം കൊണ്ട്, അള്ളാഹുവിൻ്റെ നൂറ് കൊണ്ട് വഅശ്റഖത്തിൽ അർദു, ഭൂമി ഒന്നടങ്കം പ്രശോഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജാബുഹു നൂർ, അല്ലാഹുവിൻ്റെ മറ പ്രകാശമാണ്. ലൗ കശഫഹു ലഅഹ്റഖത് സുബുഹാത് വജ്ഹിഹി മൻ തഹാ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി. അല്ലാഹു ആ പ്രകാശത്തെ നീക്കിവെച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു മറയെ നീക്കിവെച്ചാൽ, അള്ളാഹുവിൻ്റെ മുഖത്തിൻ്റെ പ്രകാശം, അള്ളാഹുവിൻ്റെ കണ്ണെത്തുന്ന എല്ലാ സൃഷ്ടികളെയും അത് കരിച്ചു കളയുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അങ്ങനെ വഅശ്റഖത്തിൽ അർദു ബിനൂരി വജ്ഹിഹ വഅശ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹ വവുദിഅൽ കിതാബ്. എന്നിട്ട് അള്ളാഹു ഗ്രന്ഥം കൊണ്ടുവന്ന് വെക്കപ്പെടുകയും ചെയ്യും. അന്നത്തെ ദിവസം ഗ്രന്ഥം കൊണ്ടുവെക്കപ്പെടുകയും ചെയ്യും. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്രന്ഥം കൊണ്ടുവരാൻ കൽപ്പിക്കുന്നത്? വവുദിഅൽ കിതാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫതറൽ മുജ്രിമീന വവുദിഅൽ കിതാബ്. ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നക്കപ്പെട്ടാൽ ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹ്, കുറ്റവാളികളെല്ലാം അതിലുള്ളതിനെപ്പറ്റി അങ്ങേയറ്റം പേടിച്ചുള്ള അവസ്ഥയിലായിരിക്കും. വയഖൂലൂന യാ വൈലതന മാ ലിഹാദൽ കിതാബ്. അവർ പറയും, നമ്മുടെ നാശമേ, ഇതെന്ത് ഗ്രന്ഥമാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. ഒരു ചെറുതിനെയും വലുതിനെയും തിട്ടപ്പെടുത്താതെ ഒഴിവാക്കിയിടുന്നില്ലല്ലോ. ഇതെന്തൊരു ഗ്രന്ഥമാണ്. വവജദു മാ അമിലു ഹാദിറ. അവർ പ്രവർത്തിച്ചത് മുഴുവൻ അവർക്കവിടെ കണ്ടെത്താൻ കഴിയും. വലാ യസ്ലിമു റബ്ബുക അഹദ. അല്ലാഹു ഒരിക്കലും ആരോടും അക്രമം കാട്ടുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരന്മാരെ, ആ ഒരു സംഭവം, ആ ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുഹ്ശറു നാസു യൗമൽ ഖിയാമത്തി അലാ അർദിൻ ബൈദാഅ അഫ്റാ. മനുഷ്യരെല്ലാവരും അന്ന് ഹശ്ർ ചെയ്യപ്പെടുന്നത് ചുവപ്പിനോടടുത്ത് നിൽക്കുന്ന വെള്ള നിറമുള്ള ഒരു പ്രതലത്തിലാണ്. കഖുർസത്തിൻ നഖി ലൈസ ഫീഹ അലമുൻ ലിഅഹദ്. ഒരു റൊട്ടിയെപ്പോലെ ചുവന്ന നിറത്തോടടുത്തുള്ള വെള്ള നിറമുള്ള ഒരു പ്രതലത്തിലാണ്. അവിടെ ആർക്കും ഒരു അടയാളവും ഉണ്ടാവുകയില്ല, ആർക്കും ഒരു കൊടിയും ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ ഒരു സമയത്ത്, ആ ഒരു വേളയിൽ ഗ്രന്ഥങ്ങൾ കൊണ്ടുവരികപ്പെടും. എന്നിട്ട് ചിലർക്ക് വലത് കൈകൾ കൊണ്ട് വലത് കൈയിൽ ആ ഗ്രന്ഥം കൊടുക്കും, ചിലർക്ക് ഇടത് കൈയിൽ കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവല്ലോ, അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി. വലത് കൈ കൊണ്ട് ഗ്രന്ഥം ലഭിച്ചവർ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. അവൻ വളരെ ലളിതമായ ഹിസാബായിരിക്കും അവനിക്ക് ഉണ്ടാകുക. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. സന്തോഷവാനായി അവൻ്റെ അഹ്ലിലേക്ക് അവൻ മടങ്ങിപ്പോകും. എന്നാൽ വഅമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ദഹ്രിഹി. അവൻ്റെ ഇടത് കൈ കൊണ്ട് അല്ലെങ്കിൽ പിറകിലൂടെ അവന്
ഗ്രന്ഥം ലഭിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ലഭിക്കുന്നവർ ഫസൗഫ യുഹാസബു വമാ മൻ ഊതിയ കിതാബഹു വറാഅ ളഹ്രിഹി ഫസൗഫ യദ്ഉ സുബൂറ വയസ്ലാ സഈറ, അവനാണ് നരകത്തിലേക്ക് പ്രവേശിക്കുന്നവൻ. അവൻ ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, അവൻ അവൻ്റെ അഹ്ലിൽ അവൻ്റെ കുടുംബത്തിൽ സന്തോഷവാനായിരുന്നു. പക്ഷേ ഇന്നഹു ظن അൻ ലൻ യഹൂർ ബല ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ, അവൻ വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഉണ്ടാകുമെന്ന്. സഹോദരന്മാരെ, നമ്മൾ ഓരോ പ്രവർത്തനം ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഒരു രംഗമാണ്. നമ്മുടെ വലത് കൈയിലാണോ ഗ്രന്ഥം നൽകപ്പെടുക, അതല്ല ഇടത് കൈയിലാണോ? വലത് കൈയിലാണെങ്കിൽ അവൻ വിളിച്ചു പറയും, ഹാ ഉംഖറഊ കിതാബിയഹ്, ഏ മനുഷ്യരെ, നിങ്ങളിതാ എൻ്റെ ഗ്രന്ഥം വായിച്ചു നോക്കൂ. ഇന്നി ظننت അന്നി മുലാഖിൻ ഹിസാബിയഹ്, ഞാൻ വിചാരിച്ചു പോയി എനിക്ക് ഹിസാബ് ഉണ്ടാകുമെന്ന്. പക്ഷേ ഫഹുവ ഫീ ഈശത്തിൻ റാദിയ, വളരെ തൃപ്തികരമായ ഒരു ജീവിതമാണ് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിൽ, ഖുതൂഫുഹാ ദാനിയ, അതിലെ ഫലങ്ങൾ, അതിലെ പഴങ്ങൾ അതടുത്തുള്ള പഴങ്ങളാണ്. ഖുതൂഫുഹാ ദാനിയ കുലു വഷ്റബു ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കുലു വഷ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. കഴിഞ്ഞ ദിനങ്ങളിൽ നിങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് അതിൻ്റെ ഫലമായി നിങ്ങൾ സുഖമായി ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു അവരോട് പറയും. വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി, എന്നാൽ ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കപ്പെടുന്നവർ, ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയഹ്, എനിക്കെൻ്റെ ഗ്രന്ഥം തന്നിട്ടില്ലെങ്കിൽ എത്രമാത്രം നന്നായിരുന്നു. വലം അദ്രി മാ ഹിസാബിയഹ്, എനിക്ക് ഹിസാബും ഉണ്ടായിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, ഈ ഒരു മരണം കൊണ്ട് എല്ലാം അവസാനിച്ചു പോയെങ്കിൽ. മാ അഗ്നാ അന്നി മാലിയ, എൻ്റെ ധനം എനിക്ക് ഉപകരിച്ചില്ല. ഹലക അന്നി സുൽത്താനിയ, എൻ്റെ ആധിപത്യം എനിക്ക് നഷ്ടപ്പെട്ടു. പറയപ്പെടും, ഖുദൂഹു ഫഗുല്ലൂഹ്, അവനെ പിടിച്ചു കൊണ്ടുപോവുക, അവനെ ബന്ദിയാക്കുക. സുമ്മൽ ജഹീമ സല്ലൂ, നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുക. ثم في سلسلة ذرعها 70 ذراعا فاسلكوه, 70 ചാണ വലുപ്പമുള്ള ചങ്ങലയിൽ അവനെ കെട്ടിയിടുക. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അസീം, അവൻ അല്ലാഹുവിൽ മഹാനായ റബ്ബിൽ വിശ്വസിച്ചിരുന്നില്ല. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാൻ അവൻ കൽപ്പിച്ചിരുന്നില്ല. നൽകിയിരുന്നില്ല എന്നല്ല, പിന്നെയോ അതിനവൻ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അത്രമാത്രം പുണ്യമുള്ള കാര്യമാണ്, അത്രമാത്രം ഗൗരവമുള്ള കാര്യവുമാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക എന്നത്. ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം വലാ തആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രംഗം വിശദീകരിക്കുകയാണ്. സഹോദരന്മാരെ, ഗ്രന്ഥങ്ങൾ അന്ന് കൊണ്ടുവരപ്പെടും. ആ ഗ്രന്ഥം രേഖപ്പെടുത്തുകയാണ് നമ്മളിപ്പോൾ ഈ ജീവിതത്തിൽ. നമ്മളിപ്പോൾ ഈ ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോൾ വെള്ളിയാഴ്ച ദിനം അള്ളാഹുവിൻ്റെ പ്രീതിയിലല്ലാതെ മറ്റു കാര്യങ്ങളിൽ അടിച്ചു പൊളിക്കുന്നവർ, അവരും അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ ഇരിപ്പിടത്തിൽ ഇൽമിൻ്റെ വാക്കുകൾ കേൾക്കാൻ വന്നിരിക്കുന്നവരുടെയും പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ജുമുഅക്ക് പോയി മലക്കുകളുടെ സാന്നിധ്യത്തിൽ ആ വാക്കുകൾ കേട്ട് സാഗൂതം ശ്രവിച്ച് നമസ്കരിച്ചവർ, അവരുടെ ആ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തുകയാണ്. ഇന്നൊരാൾ സദഖ കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും രേഖപ്പെടുത്തുകയാണ്. ഒരാളുടെ കണ്ണുകൾ ഹറാമായ രീതിയിൽ ചലിച്ചിട്ടുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തുകയാണ്. ഒരാൾ വിദ്വേഷം വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തപ്പെടുകയാണ്. ഒരാൾക്ക് രോഗമാന്യത ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തപ്പെടുകയാണ്. ഒന്നും തന്നെ ഒഴിവാക്കപ്പെടുകയില്ല. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. ഒരാളെപ്പറ്റി പരദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തപ്പെടുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നതാണ്, തിട്ടപ്പെടുത്തപ്പെടുന്നതാണ്. അത്രമാത്രം ഗൗരവമുള്ളതാണ്. ലാഘവത്തോടെ പ്രവർത്തിക്കേണ്ട, ജീവിച്ചു കൂട്ടേണ്ട ഒരു ജീവിതമല്ല ഇത്. നമ്മുടെ മുകളിൽ ഒരു CCTV ക്യാമറ നിരീക്ഷിക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ശ്രദ്ധയോടെയും പേടിയോടെയായിരിക്കും നമ്മൾ ജീവിക്കുക. അതിനേക്കാൾ വലിയ നിരീക്ഷണമാണ് നമ്മുടെ മുകളിലുള്ളത്. സഹോദരന്മാരെ, അങ്ങനെ ഗ്രന്ഥങ്ങൾ നൽകപ്പെടും. അള്ളാഹു പറയുകയാണ്, കുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ. ഖിയാമത്ത് നാളിൽ
അവൻ്റെ കിതാബ് അവന് നൽകും. ഇഖ്റ കിതാബക്, നീ നിന്റെ ഗ്രന്ഥം വായിക്കുക. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, നിന്നോട് കണക്ക് ചോദിക്കാൻ, വിചാരണം ചെയ്യാൻ നീ തന്നെ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരന്മാരെ, ആ ഒരു രംഗം നമ്മൾ പേടിക്കുകയും നമ്മൾ ശ്രദ്ധിക്കുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വൂദിഅൽ കിതാബ് വജീഅ ബിന്നബിയ്യീന വശുഹദാ, പ്രവാചകന്മാരെയും ശുഹദാക്കളെയും കൊണ്ടുവരപ്പെടും. എന്തിനാണ് കൊണ്ടുവരപ്പെടുന്നത്? അവർ സാക്ഷ്യം പറയാനായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെയും വെറുതെ വിട്ടിട്ടില്ല. അവന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള താക്കീത് വരാതെ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ബോധനം നൽകാതെ, സത്യമെന്ത് അസത്യമെന്ത് എന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കാതെ ഒരുവനെയും ഒരു സമൂഹത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെ നബിമാർ വരും, സാക്ഷികൾ വരും. അള്ളാഹുവിൻ്റെ ഹുജ്ജത്ത് ഇവിടെ കൃത്യമായി നടന്നിട്ടുണ്ട് എന്ന് സാക്ഷ്യം വഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യുജാഉ ബി നൂഹിൻ, നൂഹിനെ കൊണ്ടുവരപ്പെടും. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കും, ഹൽ ബല്ലഗ്ത്, താങ്കൾ ഞാൻ ഏൽപ്പിച്ചത് നിറവേറ്റിയോ? അപ്പോൾ പറയും, അതേ റബ്ബേ. അങ്ങനെ നൂഹിൻ്റെ ഉമ്മത്തിനോട് ചോദിക്കും, ഹൽ ബല്ലഗക്കും, നിങ്ങളോട് എന്നിൽ നിന്നുള്ള വഹ്യ് അത് നിങ്ങളിലേക്ക് എത്തിച്ചു തന്നിരുന്നോ നൂഹ്? അപ്പോൾ അവർ പറയും, മാ ജാഅനാ മിൻ നദീർ, ഇല്ല റബ്ബേ, നമ്മളിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയും. അങ്ങനെ നൂഹിനോട് ചോദിക്കുമെന്നാണ്, മൻ ഷുഹൂദുക്, ആരാണ് താങ്കളുടെ ദൗത്യം നിർവഹിച്ചതായുള്ള സാക്ഷികളായി നിൽക്കുന്നവരാരാണെന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയും, മുഹമ്മദുൻ വ ഉമ്മത്തുഹു, മുഹമ്മദും തൻ്റെ ഉമ്മത്തുമാണെന്ന് പറയും. അങ്ങനെ ഫതഷ്ഹദൂൻ, നിങ്ങൾ ഷഹാദത്ത് പറയും, സാക്ഷ്യം പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖിയാമത്ത് നാളിൽ സാക്ഷികളായി വരുന്നത്. സഹോദരന്മാരെ, വജീഅ ബിൻ നബിയ്യീന വശുഹദാ വഖുദിയ ബൈനഹും ബിൽ ഹഖ് വഹും ലാ യുസ്ലമൂൻ, അവർക്കിടയിൽ നീതിയിൽ, സത്യത്തിൽ അവർക്കിടയിൽ വിധി തീർപ്പുണ്ടാകും. അവർ ഒരിക്കലും ആക്രമിക്കപ്പെടുകയില്ല. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഉണ്ടാകുന്ന രണ്ട് വിഭാഗങ്ങളെപ്പറ്റി ഇനി വിശദീകരിക്കുകയാണ്. ആരാണ് ആ രണ്ട് വിഭാഗങ്ങൾ? റബ്ബ് പറയുകയാണ്, വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ وقال لهم خزنتها ألم يأتكم رسل منكم يقصون عليكم آيات ربكم وينذرونكم لقاء يومكم هذا قالوا بلى ولكن حقت كلمة العذاب على الكافرين. وسيق الذين كفروا أن സത്യനിഷേധികൾ ജഹന്നമിലേക്ക് കൂട്ടം കൂട്ടമായി നയിക്കപ്പെടും. ഹത്താ ഇദാ ജാഊഹാ, അങ്ങനെ അവർ ആ നരകത്തിൻ്റെ അടുക്കലെത്തിയാൽ, വഫുതിഹത് അബ്വാബുഹ, അതിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടാൽ, വഖാല ലഹും ഖസനതുഹാ, അതിൻ്റെ കാവൽക്കാർ അവരോട് ചോദിക്കും. എന്താണ് ചോദിക്കുക? അലം യഅതികും റുസുലും മിൻകും, നിങ്ങളിൽ നിന്നു തന്നെയുള്ള ചില ദൂതന്മാർ നിങ്ങളിലേക്ക് വന്നില്ലേ? യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്തു തരാൻ, വയുൻദിറൂനകും ലിഖാഅ യൗമിക്കും ഹാദാ, ഈ ഒരു ദിവസത്തെ പറ്റിയുള്ള വാർത്ത നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ദൂതന്മാർ നിങ്ങളിൽ നിന്ന് തന്നെ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഖാലൂ ഭല, അതേ വന്നിട്ടുണ്ട്. പക്ഷേ വലാകിൻ ഹഖ്ഖത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ ഖീല ദഖുലൂ അബ്വാബ ജഹന്നമ ഖാലിദീന ഫീഹാ, അവരോട് പറയപ്പെടും, നിത്യമായ അവസ്ഥയിൽ ശാശ്വതമായ ഒരു ജീവിതം ജീവിച്ചുകൊണ്ട് നിങ്ങൾ ഈ നരകത്തിലേക്ക് പ്രവേശിക്കുക. ഫബിഅസ മസ്വൽ മുതകബ്ബിരീൻ, അഹംഭാവമുള്ളവരുടെ സങ്കേതം എത്രമാത്രം മോശമാണ് എന്നവിടുന്ന് പറയപ്പെടും. സഹോദരന്മാരെ, വളരെ ഗൗരവമാണ് വിഷയം. നമ്മൾ ഈമാനുള്ളവരാണെന്ന് സമാധാനപ്പെടേണ്ടതില്ല. ആ ഈമാനിനെ നിലനിർത്തി മരണം വരെ ഈ ഒരു വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള പ്രാർത്ഥനകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. കാരണം ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്. എത്രമാത്രം വലിയ താടിയും വലിയ തലപ്പാവുമുള്ള എത്ര മനുഷ്യരാണ് കുഫറിലേക്ക് ഈമാൻ ഉപേക്ഷിച്ചു പോയത്. സഹോദരന്മാരെ, ദീനിൽ അടിയുറച്ചു നിൽക്കാൻ റബ്ബന യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക് എന്ന പ്രാർത്ഥനകൾ നമ്മൾ വർദ്ധിപ്പിക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന പ്രാർത്ഥനയാണത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വിഭാഗം ആൾക്കാരെ പറ്റി പറയുകയാണ്. ആരാണവർ? വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ. അല്ലാഹുവിനെ കാത്തു സൂക്ഷിച്ചവർ, അവരുടെ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ അതിനനുസരിച്ച് ജീവിച്ചവർ. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ, സ്വർഗ്ഗത്തിൽ കൂട്ടം കൂട്ടമായി അവർ നയിക്കപ്പെടും. ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ, അവർ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടതായി കാണാൻ കഴിയും. വഖാല ലഹും ഖസനതുഹാ, അതിൻ്റെ കാവൽക്കാർ അവരോട് പറയും സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും. തിബ്തും, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് പരിശുദ്ധരായിരിക്കുന്നു. ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിത്യമായൊരു ജീവിതം നിങ്ങൾക്ക് നൽകപ്പെട്ടുകൊണ്ട് നിങ്ങളിതാ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അപ്പോൾ അവർ പറയും വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹ്, അല്ലാഹുവിൻ്റെ വാഗ്ദാനം നമ്മൾക്ക് സത്യപ്പെടുത്തി തന്നിരിക്കുന്നു. അങ്ങനെയുള്ള റബ്ബിന് ഇതാ സർവസ്തുതിയും. വഔറസനൽ അർദ നതബവഉ മിനൽ ജന്നതി ഹൈസു നശാ, സ്വർഗത്തിൽ നിന്ന് എവിടെയും നമ്മൾക്ക് ഉദ്ദേശിക്കുന്നിടത്തെല്ലാം ജീവിക്കാൻ പറ്റുമാറുള്ള ഒരു സ്വർഗം നമ്മൾക്ക് അവകാശപ്പെടുത്തി തരികയും ചെയ്ത റബ്ബിന് സർവസ്തുതിയും. ഫനിഅമ അജ്റുൽ ആമിലീൻ, പ്രവർത്തിച്ചവരുടെ അജ്ർ, പ്രതിഫലം എത്രമാത്രം സുന്ദരമാണ്. സഹോദരന്മാരെ, ഈ ഒരു വാക്യം പറയാൻ എല്ലാ മുഅ്മിനും സൗഭാഗ്യമുണ്ടാകും. ഈ ഒരു വാക്യം പറയുന്നവരായിരിക്കണം നമ്മൾ സ്വർഗത്തിൽ. ഇത് നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണം. റബ്ബേ, ഹിസാബും അദാബും ഇല്ലാതെ അള്ളാഹുവിനോട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മൾ റബ്ബിനോട് ആവശ്യപ്പെടണം, പ്രാർത്ഥിക്കണം. അതാണ് ഈ ദുനിയാവിൽ നമ്മൾക്കുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. നമ്മൾ എത്തിപ്പെടാനുള്ള, നമ്മൾക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്. മറ്റു കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, എന്നാൽ ഏറ്റവും മുഖ്യമായ ലക്ഷ്യം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല സുംറത്തിൻ യദ്ഖുലൂനൽ ജന്നത അലാ സൂറത്തിൽ ഖമരി ലൈലത്തൽ ബദർ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഏറ്റവും ആദ്യത്തെ കൂട്ടം അവരുടെ രൂപം എങ്ങനെയാണ്? പൗർണമി രാവിൽ ചന്ദ്രൻ എങ്ങനെയാകുമോ അങ്ങനെയായിരിക്കും. വല്ലദീന യലൂനഹും അലാ അശദ്ദി കൗകബിൻ ദുർരിയ്യൻ ഫിസ്സമാഇ ഇദാഅതൻ, അതിനുശേഷം പ്രവേശിക്കുന്നവർ സ്വർഗത്തിൽ അല്ലെങ്കിൽ ആകാശത്തിൽ ഏറ്റവും കൂടുതൽ വെട്ടിത്തെളിഞ്ഞു നിൽക്കുന്ന പ്രകാശമുള്ള നക്ഷത്രത്തെ പോലെയായിരിക്കും. എന്നിട്ടോ ലാ യബൂലൂന വലാ യതഗവ്വതൂന വലാ യംതഖിതൂന വലാ യത്ഫുലൂൻ, അവർക്ക് മലമൂത്ര വിസർജനം ഉണ്ടാവുകയില്ല, അങ്ങനെ അവർക്ക് തുപ്പേണ്ടി വരില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മുക്തരായി പരിശുദ്ധപ്പെടുത്തപ്പെട്ട മനുഷ്യരായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക. അംശാതുഹുമുദ് ദഹബ്, അവർക്ക് ചീകാനുള്ള ചീപ്പുകൾ അത് സ്വർണത്തിൻ്റെതാണ്. വറഷ്ഹുമുൽ മിസ്ക്, അവരുടെ വിയർപ്പ് അതിന് കസ്തൂരിയുടെ മണമാണ്. വമജാമിറുഹുമുൽ ഉലുവ, അവർക്ക് ഉള്ള സുഗന്ധം, ആ ഒരു സുഗന്ധം അത് ഉലുവത്താണ്, അതായത് ഊദുൽ ഹിന്ദിയാണ് എന്ന് നമുക്ക് തഫ്സീറുകളിൽ കാണാൻ കഴിയും. വളരെ സുന്ദരമായ സുഗന്ധമുള്ള മണമുള്ള സുഗന്ധമാണ് അവർക്കുള്ളത്. വഅസ്വാജുഹുമുൽ ഹൂറുൽ ഐൻ, അവർക്കുള്ള പത്നിമാർ അവർ ഹൂറുൽ ഐനാണ്. അഖ്ലാഖുഹും അലാ ഖൽഖി റജുലിൻ വാഹിദ്, അല്ലെങ്കിൽ ഖുലുഖി റജുലിൻ വാഹിദ് അലാ സൂറത്തി അബീഹിം ആദം, ഏറ്റവും നല്ല സ്വഭാവത്തിലായിരിക്കും. അവരുടെ പിതാവായ ആദമിൻ്റെ രൂപത്തിൽ 60 മുഴം വലുപ്പമുള്ള രീതിയിലായിരിക്കും ആദമിൻ്റെ രൂപം. അങ്ങനെയായിരിക്കും അവർ സ്വർഗത്തിൽ കഴിച്ചു കൂട്ടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. ഒരിക്കലും പ്രയാസപ്പെടേണ്ടാത്ത എല്ലാ സുഖസൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആ ഒരു ഭവനമാണ് സഹോദരന്മാരെ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ സ്വർഗത്തിലേക്ക് ആ കവാടങ്ങളിലൂടെ പ്രവേശിക്കാനുള്ള മാർഗങ്ങൾ തിരുനബി നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ യതവദ്ദഉ ഫയബ്ലുഗുൽ വുദൂ ثم يقول أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله إلا فتحت له أبواب الجنة الثمانية يدخل من أيها شاء. ആരും തന്നെ വുദൂഇനെ പൂർണ്ണമായി
എടുക്കുന്നില്ല, വുദു എടുക്കുന്നില്ല. എന്നിട്ട് അതിനുശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് പറയുകയും ചെയ്യുന്നില്ല. ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി ഥമാനിയ, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും അവന് തുറക്കപ്പെടാതെ അവനിഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാം. വുദൂഇൻ്റെ മഹത്വമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വുദൂഇനെ പൂർണ്ണമായി അതിൻ്റെ വലിപ്പവും അതിൻ്റെ ഖദറുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ബിസ്മില്ല ചൊല്ലി ആ വെള്ളം അവയവങ്ങളിലൂടെ അവയവങ്ങൾ കഴുകുമ്പോൾ അതിൽ നിന്ന് ഉറ്റി വീഴുന്ന ഓരോ ഇറ്റിലൂടെയും നമ്മുടെ തെറ്റുകൾ കൊഴിഞ്ഞു പോകും, മായ്ക്കപ്പെടും, വൃത്തിയാക്കപ്പെടുമെന്ന് മനസ്സിലാക്കി നമ്മുടെ ഈ കരങ്ങൾ കൊണ്ട് ചെയ്ത അവസാനത്തെ തെറ്റ് അവസാനത്തെ തുള്ളിയോടെ പുറത്തു പോകുന്ന ഒരു സംഭവമാണ്, ഒരു പ്രവർത്തനമാണ് വുദൂ എന്നത്. സഹോദരന്മാരെ, അങ്ങനെ ചെയ്തവർ എന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു, ഇത്രമാത്രം എളുപ്പമുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെയും പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കാനുള്ള സൗഭാഗ്യം. മറ്റൊരു ഹദീസിൽ കാണാം, അനസ് മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ സ്വർഗത്തിൻ്റെ കവാടത്തിലേക്കെത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടും. ഖാസിനുൽ ജന്ന, സ്വർഗത്തിൻ്റെ കാവൽക്കാരനായ മലക്കുകൾ അവർ ചോദിക്കുമെന്നാണ്, ആരാണ്? അപ്പോൾ മുഹമ്മദാണെന്ന് പറയുമ്പോൾ, അതെ, താങ്കൾക്ക് വേണ്ടി തുറക്കപ്പെടാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടതെന്ന് പറഞ്ഞ് അവർ സ്വർഗീയ കവാടങ്ങൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുമെന്നാണ്. സഹോദരന്മാരെ, അതിന് അവസാനമായി അള്ളാഹു പറഞ്ഞെന്താണ്? മലക്കുകൾ അവരോട് പറയുന്നത് എന്താണ്? സലാമുൻ അലൈക്കും, നിങ്ങൾക്കു ശാന്തി. തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ തയ്യിബായ പ്രവർത്തനങ്ങൾ ചെയ്തവരായിരുന്നു, തയ്യിബായ ആൾക്കാരായിരുന്നു നിങ്ങൾ, അതുകൊണ്ട് നിത്യമായൊരു ജീവിതം ഇതാ നിങ്ങൾക്ക് സ്വർഗത്തിൽ, നിങ്ങൾ അതിലേക്ക് പ്രവേശിച്ചു കൊള്ളൂ എന്നാണ് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖ്ലുസുൽ മുഅ്മിനൂന മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, സിറാത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, നരകത്തിൻ്റെ മുകളിലാണ് സിറാത്തുള്ളത്, ആ ഒരു സിറാത്തു പാലത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഫയുഹ്ബസൂന അലാ ഖന്തറത്തിൻ ബൈനൽ ജന്നത്തി വന്നാർ, സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലത്തവർ അവിടെ പിടിക്കപ്പെടും. എന്നിട്ട് ഫയുഖസ്സു ലിബഅദിഹിം മിൻ ബഅദ് മവാലിമു കാനത് ബൈനഹും ഫിദ്ദുനിയ, ദുനിയാവിൽ അവർക്കിടയിലുണ്ടായിരുന്ന ചില കാര്യങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത അക്രമങ്ങൾ, അതെല്ലാം അവിടെ വെച്ച് തീർക്കപ്പെടുമെന്നാണ്. ഹസനാത്തുകൾ കൊണ്ട്, സയ്യാത്തുകൾ കൊണ്ട്. അങ്ങനെ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവർ വൃത്തിയാക്കപ്പെട്ട രീതിയിലായിരിക്കും അവർ. അതിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവാരുടെ കയ്യിലാണോ, ലഅഹദുഹും അഹ്ദാ ബിമൻസിലതിഹി ഫിൽ ജന്നതി മിൻഹു ബിമൻസിലിഹി കാന ഫിദ്ദുനിയ, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ ആ സ്വർഗത്തിലെ അവൻ്റെ ഭവനത്തിലേക്ക്, ആ ഭവനത്തെ അവന് മനസ്സിലാക്കാൻ കഴിയും, അതിനറിയും അവൻ്റെ ദുനിയാവിലെ ഭവനത്തേക്കാൾ കൂടുതൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. സഹോദരന്മാരെ, ആ ഒരു ഭവനത്തിലേക്ക് നമ്മൾക്കെല്ലാവർക്കും എത്തിപ്പെടണം. എന്നിട്ട് അവർ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമെന്നാണല്ലോ, വഖാലുൽ ഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സർവസ്തുതി, വഖാലുൽ ഹംദുലില്ലാഹി അല്ലദീ സദഖനാ വഅദഹു وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സുമറിനെ അവസാനിപ്പിക്കുന്നതിങ്ങനെയാണ്, അതായത് ഹിസാബിൻ്റെയും ജസാഇൻ്റെയും എല്ലാ കാര്യങ്ങളും അവസാനിച്ചു. സ്വർഗത്തിൻ്റെ ആൾക്കാർ സ്വർഗത്തിലേക്കും നരകത്തിൻ്റെ ആൾക്കാർ നരകത്തിലേക്കും പ്രവേശിച്ചു. അല്ലാഹു പറഞ്ഞു, وترى الملائكة حافين من حول العرش يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين. താങ്കൾക്ക് കാണാം മലക്കുകൾ അർശിന് ചുറ്റും പൊതിഞ്ഞിരിക്കുന്നതായി. എന്താണ് അവർ ചെയ്യുന്നത്? യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവരുടെ റബ്ബിനെ പരിശുദ്ധപ്പെടുത്തുകയാണ്, അവരുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലുകയാണ്. മനുഷ്യർക്കിടയിലെല്ലാം വിധി തീർപ്പ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. വഖുദിയ ബൈനഹും ബിൽ ഹഖ്,
വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അന്ന് പറയപ്പെടും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനാണ് സർവസ്തുതിയുമെന്ന് അവിടുന്ന് പറയപ്പെടുമെന്നാണ്. ആ ഒരു രംഗം നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ. റബ്ബിൻ്റെ അർശ് എന്നത് ഏറ്റവും വലിയ സൃഷ്ടിയാണ്. അള്ളാഹു ആ അർശിലാണ് ആരോഹിതനായിരിക്കുന്നത്. ആ അർശിനെ ചുമക്കുന്ന മലക്കുകളുണ്ട്, അതിന് ചുറ്റും അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്ന മലക്കുകളുണ്ട്. അവരുടെ വലുപ്പവും ആ ഒരു സംഭവത്തിൻ്റെ, ആ രംഗത്തിൻ്റെ ഗൗരവവും അതിൻ്റെ ഒരു ഗാംഭീര്യവും നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇതെല്ലാം നമ്മൾക്ക് അഭിമുഖീകരിക്കാനുള്ളതാണ്. ആ മലക്കുകളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലദീന യഹ്മിലൂനൽ അർശ്, അർശിനെ ഏൽക്കുന്നവർ, അതിനെ ഏറ്റുന്നവർ, വമൻ ഹൗലഹു, അതിന് ചുറ്റുമുള്ള മലക്കുകൾ, യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവരുടെ റബ്ബിനെ സ്തുതിച്ച് അവനെ പരിശുദ്ധപ്പെടുത്തുകയാണ്. വയുഅ്മിനൂന ബിഹി, അവനിൽ വിശ്വസിക്കുന്നവരാണ്. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരുമാണ്. റബ്ബന വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമ, നിന്റെ റഹ്മത്ത് റബ്ബേ എല്ലാത്തിനെയും വിശാലപ്പെടുത്തുന്നതാണ്. വസിഅത കുല്ല ഷൈഇൻ, എല്ലാത്തിലേക്കും എത്തുന്ന വിശാലമായ റഹ്മത്താണ്. ഫഗ്ഫിർ ലില്ലദീന താബു വത്തബഉ സബീലക്, അതുകൊണ്ട് റബ്ബേ പശ്ചാത്തപിച്ച് മടങ്ങിയവർക്ക് നീ പാപമോചനം നൽകണമേ. വഖിഹിം അദാബൽ ജഹീം, അവരെ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് അവർ പ്രാർത്ഥിക്കുമെന്നാണ് നമ്മൾക്ക് ഖുർആനിൽ കാണാൻ കഴിയുന്നത്. സഹോദരന്മാരെ, ഈ ആയത്തുകൾ ഒരു മനുഷ്യന് പ്രതീക്ഷയും പേടിയും ഒരേ സമയത്ത് നൽകുന്ന വചനങ്ങളാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിലുള്ള പ്രതീക്ഷ, റജാ, അള്ളാഹുവിൻ്റെ കോപത്തെപ്പറ്റിയുള്ള ഭയം, അദാബിലുള്ള ഭയം, ഖൗഫ്, ഇത് രണ്ടും ഒരുമിച്ചുണ്ടാകണം. റജാഉ മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾ നശിച്ചു പോകും. അള്ളാഹു എന്നെ ശിക്ഷിക്കുകയില്ല എന്ന നിർഭയത്വമുണ്ടെങ്കിൽ അവൻ നശിച്ചു പോകും. എന്നാൽ അള്ളാഹു എന്നെ ശിക്ഷിക്കും, അള്ളാഹുവിൻ്റെ റഹ്മത്തിലുള്ള പ്രതീക്ഷയില്ലെങ്കിലും അവൻ നശിച്ചു പോകും. വൻപാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണത്. അള്ളാഹുവിൻ്റെ റഹ്മത്തിലുള്ള നിരാശയും അള്ളാഹുവിൻ്റെ ശിക്ഷയിലുള്ള നിർഭയത്വവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഹക്കിൻ്റെ, തഖ്വയുടെ, സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്ന ആൾക്കാരാക്കി തീർക്കുമാറാകട്ടെ. നരകത്തിൽ നിന്നും അതിൻ്റെ ആൾക്കാരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. لا إله إلا أنت سبحانك إنا كنا من الظالمين. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل، ونعوذ بك من النار وما قرب إليها من قول أو عمل. اللهم ربنا قنا عذاب جهنم. اللهم إنا نعوذ بك من عذاب جهنم ومن عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. اللهم صل وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.